പുതിയൊരു വീഡിയോയിലേക്ക്. ഈ വീഡിയോ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ വളരെ നമ്മളെപ്പോഴും കേട്ടുകഴിവുള്ള കലാകാരന്മാരെ കുറിച്ചാണ്. നമ്മൾ സിനിമയിലും സീരിയലിലും നാടകത്തിലും ഇങ്ങനെ പല മേഖലകളിൽ ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ കലാകാരന്മാരെന്ന് പറയുന്ന ജീവിതം നയിക്കുന്നവർ. അവരെ സമൂഹത്തിൽ നല്ലൊരു രീതിയിലാണ് ബഹുമാനിക്കുന്നത്. നമ്മുടെ ലെയറിലാണ് അവരുടെ ജീവിതം ഇരിക്കുന്നത്. ഉദാഹരണം പറഞ്ഞാൽ ഇപ്പം മെയിൻ സ്ട്രീം ആർട്ടിസ്റ്റുകൾ അല്ലെങ്കിൽ സിനിമാ നടന്മാരുടെ കാര്യം തന്നെ എടുക്കാം. മെയിൻ സ്ട്രീം ആർട്ടിസ്റ്റുകൾ, അതിൻ്റെ താഴേക്കുള്ള ആർട്ടിസ്റ്റുകൾ, അതിലും താഴെയുള്ള ആർട്ടിസ്റ്റുകൾ, അങ്ങനെ ഒരുപാട് ശ്രേണി തിരിച്ചാണ് ഈ ആർട്ടിസ്റ്റുകൾ നമ്മുടെ കേരള സമൂഹത്തിലുള്ളത്. ഇപ്പം ഞാൻ ഏത് കലാരൂപം എടുത്താലും, ഇപ്പം ചെണ്ടകൊട്ടാണേലും അതുപോലെ തന്നെ മറ്റേത് കലാരൂപം എടുത്താലും ഒരുപാട് ലെയറുകളിലാണ് ഈ ആർട്ടിസ്റ്റുകളുടെയൊക്കെ ജീവിതം. അതിൽ ഏറ്റവും താഴെ കിടക്കുന്ന ലെയറിൽ, താഴത്തെ 2-3 ലെയറിൽ പെട്ട ആൾക്കാർക്ക് വളരെയധികം പ്രയാസങ്ങളെന്ന് പറഞ്ഞാൽ സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ട്. ഒരു 2-3 കലാകാരന്മാരെ ഞാനത് എടുത്ത് അവരുടെ വീഡിയോ കണ്ടതിനനുസരിച്ചാണ് ഞാൻ ഇപ്പം പറയുന്നത്. അതായത് സീരിയലിലും സിനിമകളിലൊക്കെ അഭിനയിച്ചുകൊണ്ടിരുന്ന കണ്ണൻ സാഗർ എന്ന ഒരു ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു. ആർട്ടിസ്റ്റിൻ്റെ ജീവിതവും അതുപോലെ തന്നെ നമ്മുടെ അലിയൻസ് എന്ന സീരിയലിലൊക്കെ പുതിയതായിട്ട് അഭിനയിക്കുന്ന ഒരു വ്യക്തി, ഒരു വണ്ണമൊക്കെ ഉള്ള ആ പുള്ളിക്കാരൻ്റെ ജീവിതത്തിൻ്റെ ബന്ധപ്പെട്ട് ഒരു വീഡിയോ കാണാനിടയായി. ആൾക്കാർ വളരെ സാമ്പത്തികമായി ക്രൈസിസ് അനുഭവിക്കുന്നുണ്ട്. നമുക്കറിയാം, കൊറോണ സമയത്ത് ഒരു ഇൻ്റർവ്യൂ ഞാൻ കണ്ടായിരുന്നു കൊല്ലം സുധിയുടെ. അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ കൊറോണ സമയത്ത് സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടുണ്ടാകുകയും അതേ തുടർന്ന് കുറച്ച് പേരോട് പൈസ അല്ലെങ്കിൽ കടമായിട്ട് വാങ്ങിക്കുക, അതേ തുടർന്നുണ്ടായ ഇഷ്യൂ ഒക്കെ നമുക്ക് മാധ്യമങ്ങളിലൂടെ നമ്മൾ അന്ന് അറിഞ്ഞാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക സ്റ്റെബിലിറ്റിയൊക്കെ നമുക്ക് പിന്നീട് അദ്ദേഹത്തിൻ്റെ മരണശേഷം നമ്മൾ അറിഞ്ഞതാണ്. പക്ഷേ എങ്കിൽ തന്നെ ഒരുപാട് അതുപോലെ കലാകാരന്മാർ സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധി നേരിടുന്നുണ്ട്. നമ്മൾ പലപ്പോഴും ചിന്തിക്കും, എന്തുകൊണ്ടാണ് ഈ കലാകാരന്മാർ ഇങ്ങനൊരു സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നത്? നമ്മൾ വിചാരിക്കും ലക്ഷങ്ങളായിരിക്കും അവരുടെ സിനിമ അല്ലെങ്കിൽ മറ്റ് മേഖലകളിൽ അവർ ജോലി ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്നത്. പക്ഷേ ഇതേ സംബന്ധിച്ച് ഞാൻ എൻ്റെ ഒരു വീക്ഷണകോണിൽ നിന്ന് നോക്കുമ്പോൾ കലാകാരന്മാരുടെ സാമ്പത്തിക സ്ഥിതി എന്ന് പറഞ്ഞാൽ വളരെ ഈ താഴേക്കിടയിലുള്ള താഴത്ത് ഒരുപാട് ലെയറുകൾ ഞാൻ പറഞ്ഞു. അത് മെയിൻ സ്ട്രീം നിൽക്കുന്ന നടന്മാരുണ്ട്, അതിന് താഴെ അങ്ങനെ കുറേ ലെയർ നിൽക്കുന്ന, അതായത് ആർട്ടിസ്റ്റ്, അതുപോലെ തന്നെ ഈ ചെറിയ ക്യാരക്ടർ റോളുകൾ ചെയ്യുന്ന ആൾക്കാർ, ഇങ്ങനെയൊക്കെയുള്ളവരുടെ ജീവിതം വളരെ ദുരിതപൂർണ്ണമാണ്. ഇതൊക്കെ സിനിമയിൽ അഭിനയിക്കുക അല്ലെങ്കിൽ സീരിയലിൽ അഭിനയിക്കുക, മറ്റ് കഥാപാത്രങ്ങളെയൊക്കെ ചെയ്യുമ്പം അത് തുച്ഛമായ വരുമാനമായിരിക്കും ചിലപ്പോൾ ഇവർക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ ഇവർക്ക് വർഷത്തിൽ ഒരു സിനിമയോ അല്ലെങ്കിൽ ഒരു സീരിയലോ ഒക്കെ ചിലർക്കാണ് ഇങ്ങനെ തുടക്കം പേർക്ക് മാത്രമേ ഒരു സ്റ്റേബിളായിട്ടുള്ള ഇൻകം ഉണ്ടാക്കാനുള്ള മാർഗങ്ങളുണ്ടാകുന്നു. ബാക്കിയുള്ളവർക്കെല്ലാം സാമ്പത്തികമായി വളരെ കലാകാരന്മാരുടെ ജീവിതത്തിൽ ഇവർ പലപ്പോഴും ഒരുപാട് ജോലികളൊക്കെ ചെയ്ത് വളരെ കഷ്ടപ്പെട്ടാണ് ഈ മേഖലകളിലേക്ക് എത്തിപ്പെടുന്നത്. ഇവിടെ എത്തിപ്പെട്ട് കഴിയുമ്പോൾ ഇവർ ഈ മേഖലയിൽ തന്നെ തുടർന്ന് ചിലപ്പോൾ ഒരു സർവൈവൽ ടൈമുണ്ട്. സർവൈവ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു വർഷമൊക്കെ ഇവർ എന്തെങ്കിലുമൊക്കെ ചെയ്ത് അല്ലെങ്കിൽ ഒരു ചെറിയ റോളോ ചെറിയ സീരിയലോ ചെറിയ പരിപാടികളൊക്കെ ചെയ്ത് ഒരു ചെറിയൊരു സർവൈവൽ ടൈമുണ്ട്. ആ സമയത്ത് ഇവർ ഒരു ഏകദേശം ചെറിയൊരു എമൗണ്ട് ആയിരിക്കും ഇവർ വാങ്ങിക്കുന്നത്. ആ സമയത്ത് ഇവരുടെ കാര്യങ്ങളൊക്കെ ഏകദേശം നീങ്ങിയൊക്കെ പോകും. അത് കഴിഞ്ഞ് പിന്നീട് വരുന്ന സമയങ്ങളിൽ ഒരു ഹൈ എമൗണ്ട് അല്ലെങ്കിൽ ഇവർക്കൊരു വാല്യൂ ഉണ്ടാകുന്ന സമയത്ത് ഇവരൊരു എമൗണ്ട് വാങ്ങിച്ച് വരുമ്പോഴത്തേനും അടുത്തൊരു ജനറേഷൻ ഇതിലേക്ക് വരുന്നു. അങ്ങനെ വരുമ്പോൾ ഇവർക്ക് അവസരങ്ങളില്ലാതെ വരികയും അടുത്തൊരു തലമുറ ഇത് കൈയേറുകയും പിന്നീട് ഇവർക്ക് സാമ്പത്തികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ നേരിടുകയും ചെയ്യും. അതിന് ഉദാഹരണം ഞാൻ സിനിമയെ ബേസ് ചെയ്ത് പറയാം. ഇപ്പം കഴിഞ്ഞ മോഹൻലാൽ, മമ്മൂട്ടി എന്ന് പറയുന്ന ആർട്ടിസ്റ്റുകളുടെ ആ സമയത്ത് ഒരുപാട് ആർട്ടിസ്റ്റുകൾ അല്ലെങ്കിൽ സിനിമയിൽ അഭിനയിക്കുന്ന പലരും അതിലേക്ക് വന്നിട്ടുണ്ട്. അവരൊക്കെ പിന്നീട് എവിടെയെന്ന് നമ്മൾ ചിന്തിച്ചാൽ അവരൊക്കെ പിന്നീട് ഔട്ട്ഡേറ്റഡായി പോയിട്ടുണ്ട്. പിന്നീട് ഇപ്പം വരുന്ന ആർട്ടിസ്റ്റുകൾ, അതായത് യങ് ജനറേഷൻ ആർട്ടിസ്റ്റുകൾ, അവരും ഒരു കാലഘട്ടം ഒരു പരിധി കഴിയുമ്പോഴത്തേനും അവരും ഔട്ട്ഡേറ്റഡാകും. അപ്പം പുതിയ ആൾക്കാർ വന്നുകൊണ്ടിരിക്കും ഈ മേഖലയിൽ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ആർട്ടിസ്റ്റുകളെ സംബന്ധിച്ച് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ മാക്സിമം ഇതുപോലുള്ള മേഖലകളിൽ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഒരു ജോലി സൈഡിലായിട്ട് അവർ കരുതിയിരിക്കണം. അത് കഴിഞ്ഞ് വേണം ഇവർ ഏതെങ്കിലും മേഖലകൾ അല്ലെങ്കിൽ കലാമേഖലകളിലേക്ക് പ്രവർത്തിക്കുക എന്നുള്ളത്. ഫുൾ ടൈം കലാമേഖലയിൽ പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ വെരി റിസ്ക്കാണ് ജീവിതത്തെ സംബന്ധിച്ച്. കാരണം ജീവിതത്തിൽ ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടാകും.
മറ്റ് പല ബുദ്ധിമുട്ടുകളുണ്ടാകും. മിമിക്രി ആർട്ടിസ്റ്റുകളുടെ ജീവിതത്തിൽ പലപ്പോഴും സംഭവിച്ചിട്ടുള്ളത് അങ്ങനെയാണ്. മിമിക്രി ആർട്ടിസ്റ്റുകൾ, ചില നാടക ആർട്ടിസ്റ്റുകൾ, അതുപോലെ തന്നെ ചില വരെ തൊഴിലായിട്ട് സ്വീകരിച്ചിട്ടുള്ളവർ, അങ്ങനെ പല മേഖലകളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരുപക്ഷെ അവരുടെ ആ തൊഴിൽ കൊണ്ട് അല്ലെങ്കിൽ അവരുടെ കല കൊണ്ട് അവർക്ക് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാകുകയാണെങ്കിൽ അവർക്ക് ഒരു ജോലി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജോലിപരമായിട്ടല്ലേ സാമ്പത്തിക ഇൻകം ജനറേറ്റ് ചെയ്യുന്ന സ്റ്റേബിളായിട്ടുള്ള എന്തെങ്കിലും ഒരു ജോലി കണ്ടുപിടിച്ചതിന് ശേഷം അവർ കലാരംഗത്തേക്ക് വരുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നീട് കലയിൽ നിന്ന് അവർക്ക് എന്തെങ്കിലും സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകുമ്പോൾ ആ മറ്റേ ജോലികളൊക്കെ ഉപേക്ഷിക്കും. ഇതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ആക്ടർ ജഗദീഷ്. അദ്ദേഹം ഒരു കോളേജ് പ്രൊഫസറായിരുന്നു. കോളേജിലെ പ്രൊഫസറായിരുന്ന അദ്ദേഹം ഒരു സാമ്പത്തിക സ്റ്റെബിലിറ്റി ആയി കഴിഞ്ഞപ്പോഴത്തേന് അത് തനിക്ക് കല കൊണ്ട് ജീവിക്കാൻ പറ്റുമെന്നൊരു കോൺഫിഡൻസ് വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ആ ജോലി ഉപേക്ഷിച്ച് ഫുൾ ടൈം സിനിമാ നടനായിട്ട് എക്സ്റ്റാബ്ലിഷ്ഡ് ആയിപ്പോയി. അതുപോലെ തന്നെ ഒരു ഉദാഹരണമാണ് നമ്മുടെ പ്രിയങ്കരനായ മമ്മൂക്ക. അദ്ദേഹം ഒരു അഡ്വക്കേറ്റ് ആയിരുന്നു. അവിടെ നിന്നും അദ്ദേഹമാണെങ്കിൽ ഒരു പുതിയ അല്ലെങ്കിൽ സിനിമാ മേഖലയിലേക്ക് എത്തിപ്പെട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റാതെ വന്നപ്പോൾ അദ്ദേഹം അത് സ്റ്റോപ്പ് ചെയ്ത പോലെ നിൽക്കുന്നു. അദ്ദേഹം അഡ്വക്കേറ്റ് അല്ലാതെ ആകുന്നില്ല. എന്നിരുന്നാൽ തന്നെ ഇതുപോലുള്ള ഒരുപാട് ആർട്ടിസ്റ്റുകൾ, അതായത് നമുക്ക് അറിയാം, മലയാളത്തിലേ അല്ല, തമിഴിലാണേലും മറ്റു പല മേഖലകളിലും സിനിമയും മറ്റ് കലാരൂപങ്ങൾ, പാട്ടുകാരെ ഇപ്പം നമ്മൾ മലയാളത്തിൽ തന്നെ എടുക്കാം. ഓരോ വർഷവും ഐഡിയ സ്റ്റാർ സിംഗർ വഴിയും മറ്റിതര റിയാലിറ്റി ഷോ വഴിയും സോങ്ങിനെ ബേസ് ചെയ്ത് അല്ലെങ്കിൽ പാട്ടിനെ ബേസ് ചെയ്ത് വരുന്ന റിയാലിറ്റി ഷോയിൽ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഇന്ത്യയിൽ ഒരു വർഷം അല്ലെങ്കിൽ ടാലൻറ്റ് തെളിച്ചു വരുന്നത്. ഇവർക്കെല്ലാം കൂടെ ഒരു ജോലി കൊടുക്കുക അല്ലെങ്കിൽ ഒരു സോങ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് സോങ് ഉണ്ടാക്കണം. എങ്കിൽ തന്നെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് ജനങ്ങളിലേക്ക് എത്തി സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുന്ന വളരെ ചുരുക്കം. കൊറോണ സമയത്ത് എല്ലാ മേഖലയിലും സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായി. എല്ലാ മേഖലയെന്ന് പറഞ്ഞാൽ ഒട്ടുമിക്ക മേഖലകളിലും സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായി. അതുപോലെ തന്നെ ഈ കലാമേഖലകളിലും ആ സമയത്ത് ഒരുപാട് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായി. പക്ഷേ അതിൽ നിന്നൊക്കെ കരകയറി വന്ന് കഴിഞ്ഞിട്ടും പ്രതിസന്ധികളുണ്ട നടന്മാരും നടിമാരും ഇപ്പോഴും ഉണ്ടെന്നുള്ളതാണ്. കാരണം അവരെ സംബന്ധിച്ച് അവരുടെ സീരിയലിൽ ആ വ്യവസായം പുതിയ ആൾക്കാർ വന്നു, പഴയ ആൾക്കാർ ഇപ്പം സീരിയലിലേക്ക് എടുക്കാതായി. അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ ഈ കലാമേഖലയിലുള്ളവർ നേരിടുന്നുണ്ട്. പക്ഷേ ഇവരിതിനൊരു ശാശ്വത പരിഹാരം എന്ന് പറയുന്നത് ഒരുപക്ഷെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഇവർക്കൊരു ശാശ്വത പരിഹാരവും ഉണ്ടാകാൻ പാടാന്നല്ല. ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് മറ്റ് പല കാര്യങ്ങളുണ്ട്. ഈ കലാകാരന്മാരെക്കാൾ ഒരുപാട് ദാരിദ്ര്യത്തിൽ അനുഭവിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരെയൊക്കെ സഹായിച്ചു കഴിഞ്ഞ് ഇവരെ സഹായിക്കാൻ ഒരുപക്ഷെ ഗവൺമെൻറ്റിന് ഒരു എയ്ഡ് കൊടുക്കാനെന്നുള്ള സാമ്പത്തിക സ്ഥിതി ആ സമയത്ത് ഉണ്ടാകത്തില്ല. അപ്പോൾ ഇവർ തന്നെ ചെയ്യേണ്ടത് കാര്യം, ഇവർ ഏത് ഇനിയുള്ള കലാരൂപത്തിലേക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും കലാമേഖലയിലേക്ക് വരുന്നവർ ഒരു സൈഡായിട്ട് അവർക്കൊരു ജോലി എന്തെങ്കിലും കരുതിയിട്ട് അവർ ആ കലാമേഖലയിലേക്ക് പതിയെ കാല് വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പക്ഷം ഇങ്ങനെയുള്ള ആൾക്കാർക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാകും. കാരണം ഈ കല അല്ലെങ്കിൽ ആർട്ടിസ്റ്റ് രൂപത്തിൽ നമ്മൾ ജോലി ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് തുച്ഛമായ മേഖല. ആർട്ടിസ്റ്റുകളെ സംബന്ധിച്ച് ഒരു മുൻനിരയിൽ നിൽക്കുന്ന ഒരു ആർട്ടിസ്റ്റിന് കിട്ടുന്നതല്ലായിരിക്കും ഏറ്റവും താഴെ അല്ലെങ്കിൽ ഒരു 4ാമത്തെ 5ാമത്തെ ബാരിയറിൽ അല്ലെങ്കിൽ 6ാമത്തെ ശ്രേണിയിൽ നിൽക്കുന്ന ഒരു ആർട്ടിസ്റ്റിന് കിട്ടുന്ന എമൗണ്ട്. അപ്പോൾ അത് വെച്ച് ആ ആർട്ടിസ്റ്റിൻ്റെ ജീവിത നിലവാരത്തെ മെച്ചപ്പെടുത്താൻ വളരെ പാടാണ്. കാരണം ഒരു ചെറിയൊരു എമൗണ്ട് കിട്ടിക്കൊണ്ട് ഒരു വർഷം ഒരുപക്ഷെ ഫാമിലി മാൻ ആണെങ്കിൽ അദ്ദേഹത്തിന് ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ള ആർട്ടിസ്റ്റുകൾ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത് അവർക്ക് സ്വന്തമായിട്ടൊരു വരുമാന മാർഗം ഉണ്ടാക്കിയിട്ട് ഈ മേഖലകളിലേക്ക് കടക്കുക എന്നുള്ളതാണ്. അല്ലാത്ത പക്ഷം അവർ അനുഭവിക്കുന്ന സാമ്പത്തിക ക്രൈസിസിന് അവർ തന്നെയായിരിക്കും ഉത്തരവാദികൾ. നമുക്കറിയാം, ഒരുപാട് സിനിമാ നടന്മാർ ഇപ്പോഴല്ല, പഴയ നമ്മൾ കണ്ട സിനിമയിലെ ഒരുപാട് നടന്മാരുടെ ജീവിതം ഇപ്പം സോഷ്യൽ മീഡിയയിലാണെങ്കിലും പലരും ചകഞ്ഞെടുത്തു കഴിഞ്ഞാൽ അവരൊക്കെ സാമ്പത്തികമായി വളരെ ക്രൈസിസ് അനുഭവിച്ചിട്ട് അവർക്ക് കൊറോണയ്ക്ക് ശേഷം വന്നതല്ല, ഇപ്പോഴും സാമ്പത്തികമായി ക്രൈസിസ് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ വേറൊരു ഏറ്റവും വലിയ രസമെന്ന് പറഞ്ഞാൽ ഇവരെ സംബന്ധിച്ച് ഇവരുടെ മുഖവും ഇവരെ സമൂഹത്തിൽ എക്സ്റ്റാബ്ലിഷ്ഡായ ഒരു ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ആയിക്കഴിഞ്ഞാൽ ഇവർക്ക് സാധാരണ ജോലികളൊന്നും ചെയ്യാൻ പറ്റാത്തൊരു സ്ഥിതിയിലെത്തുന്നു. കാരണം ഒന്നാമത്തെ കാര്യം, ഇവർക്ക് ഈഗോ എന്ന് പറയുന്ന ഒരു പ്രശ്നം കൂടെ ഉണ്ടാകും. കാരണം സിനിമയിൽ നല്ല രീതിയിൽ അഭിനയിച്ച ഒരു ആർട്ടിസ്റ്റ് നാളെ പോയി ഒരു ചെറിയ ജോലികൾ എന്തെങ്കിലും ചെയ്താൽ അത് സമൂഹം എങ്ങനെ ഏറ്റെടുക്കും എന്നുള്ള ചിന്താഗതി ഇവരെ ഭരിക്കും. മലയാള സിനിമയിൽ പാടിയവരെ, അഭിനയിച്ചവരെ ലക്ഷക്കണക്കിന് പേര് ഔട്ട്ഡേറ്റഡ് ആയ പോലെ ഈ മേഖലകളിലുണ്ട്. നമ്മളത് ചകഞ്ഞു നോക്കിയാൽ അറിയാം. പലരുടെയും ഇൻ്റർവ്യൂകൾ ഇപ്പം നമ്മൾ കാണുന്നുണ്ട്. അവരുടെ ജീവിതം എങ്ങനെയായിരുന്നു, ഇപ്പോൾ എങ്ങനെയാണ് അവരുടെ ജീവിതമെന്ന് നമുക്ക് തിരഞ്ഞു നോക്കിയാൽ നമുക്ക് കറക്റ്റ് മനസ്സിലാക്കാൻ പറ്റും.
കേട്ടിട്ടുള്ളതാണ്. മലയാള സിനിമയിൽ അമ്മ കഥാപാത്രങ്ങൾ അല്ലെ സ്ത്രീ കഥാപാത്രങ്ങൾ വളരെയുള്ള സിനിമകളായിരുന്നു മലയാള സിനിമ എന്ന് പറയുന്ന ഒരു സിനിമയിൽ തന്നെ. സ്ത്രീ കഥാപാത്രങ്ങൾ, അമ്മ കഥാപാത്രങ്ങൾ ഒരുപാടുള്ളതായിരുന്നു. ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ അമ്മ എന്ന് പറയുന്ന കഥാപാത്രങ്ങളുടെ നാമാശേഷമായി. അമ്മ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ആ സിനിമയിൽ ഇല്ലാതായി. നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ കാലം മാറുന്നതനുസരിച്ച് ആർട്ടിസ്റ്റുകളുടെ സിനിമയിലുള്ള എൻട്രി പലപ്പോഴും പറ്റാതാവുന്നു. കാരണം ഓരോ കഥാപാത്രങ്ങളെ അവർ ഈ പുതിയ കാലഘട്ടത്തിലെ കഥാപാത്രങ്ങൾ വേണ്ടാതാവും. അമ്മ കഥാപാത്രങ്ങൾ വേണ്ട, കുറച്ച് കഴിയുമ്പോൾ അച്ഛൻ കഥാപാത്രങ്ങൾ വേണ്ട. അപ്പോൾ അങ്ങനെയൊക്കെ കഥാപാത്രങ്ങൾ ചെയ്ത് ചില ടാർഗറ്റഡായി അല്ലെങ്കിൽ ചില മേഖലകളിൽ മാത്രം ചെയ്തുകൊണ്ടിരുന്ന ആർട്ടിസ്റ്റുകൾക്ക് വരുമാനമില്ലാതാകും. ചില ആർട്ടിസ്റ്റുകളെ നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത്, എൻ്റെ ഒരു നിഗമനത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കണം, ചില ആർട്ടിസ്റ്റുകളെ ചില രീതിയിൽ ബാൻ ചെയ്യുന്ന പോലെ, അതായത് ഔദ്യോഗികമായി ബാൻ ചെയ്യാതെ അവരെ രഹസ്യമായി ചില ആർട്ടിസ്റ്റുകളെ സിനിമ ഇൻഡസ്ട്രിയിൽ നിന്ന് ചില പുറത്താക്കുന്ന ഒരു രീതിയുണ്ട്. കാരണം അവരെ സിനിമയിൽ വിളിക്കാതെ അവരെ പതിയെ പതിയെ സിനിമയിൽ നിന്ന് ഔട്ടാക്കുന്ന ഒരു രീതി മലയാള സിനിമയിലെ പല ചില നടന്മാരെയൊക്കെ നമ്മൾ നോക്കിയാൽ അറിയാം. അവരൊക്കെ ആദ്യം നല്ല സിനിമയിലൊക്കെ അഭിനയിച്ച് കഴിഞ്ഞ് പിന്നീട് വന്ന സിനിമകളിലൊക്കെ അവരെ ഔട്ട്ഡേറ്റഡായി ആരോ അവരെയൊക്കെ പുറത്തോട്ട് തള്ളുന്ന പോലെ നമുക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. അല്ലെങ്കിൽ മറ്റു മേഖല കലാരൂപമായിട്ട് ഇറങ്ങുന്നവർ അവരുടെ പാഷനായിട്ട് കൊണ്ട് നടക്കുക. ജോലി എന്ന് പറയുന്ന ഒരു സംഗതി മുന്നിൽ കണ്ടുകൊണ്ട് അവരെ പാഷൻ എന്ന രീതിയിൽ കലാരൂപത്തെ കൊണ്ട് നടക്കുമ്പോഴാണെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിരിക്കും. അവരെ സംബന്ധിച്ച് സാമ്പത്തികമായ പ്രതിസന്ധികൾ ഉണ്ടാകാൻ ചാൻസ് വളരെ കുറവാണ്. അതേ സംബന്ധിച്ച് ഫുൾ ടൈം കലാകാരനായിട്ട് നിന്നിട്ട് അവർക്ക് കലാരൂപങ്ങളിൽ അല്ലെങ്കിൽ കലാ മേഖലകളിൽ പ്രവർത്തിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അവരതിൽ നിന്ന് വിട്ട് അവരുടെ ജോലിപരമായ കാര്യങ്ങളിൽ എന്തെങ്കിലും മുന്നോട്ട് നീങ്ങണം. അല്ലെങ്കിൽ പിന്നെ അവർ സാമ്പത്തികമായിട്ട് പിന്നീടുണ്ടാകുന്ന സംഭവങ്ങളിൽ ഭയങ്കര ക്രൈസിസ് അനുഭവിക്കും. നമുക്കറിയാവുന്ന പല ആർട്ടിസ്റ്റുകളും, അതായത് പല നല്ല കലാകാരന്മാരും എല്ലാം ഉപേക്ഷിച്ച് ജോലി എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് പലരും കരുതിയിട്ടുണ്ട്. ജോലി അല്ലെങ്കിൽ ബിസിനസ് മേഖലയിൽ കടന്നിട്ടുണ്ട്. ചില ആർട്ടിസ്റ്റുകളൊക്കെ കുറച്ച് സാമ്പത്തികം കിട്ടിക്കഴിയുമ്പോൾ എന്തെങ്കിലും ബിസിനസ് മേഖലയിലേക്ക് കടക്കും. ആ ബിസിനസ്സിൽ അവർക്ക് പരിചയമില്ലാതെ വരുമ്പോൾ അവർ ഒരുപക്ഷെ ആ ബിസിനസ്സിൽ തകർന്നു പോവുകയും പിന്നീട് അവർക്ക് അവരുടെ ജീവിതം തന്നെ ഒരു അനിശ്ചിതാവസ്ഥയിലേക്ക് മാറുന്നതായിട്ട് നമ്മൾ കണ്ടു. കാരണമാണ് ഒരു കുഞ്ചാക്കോ ബോബൻ. കുറച്ച് നാളുകൾ കുഞ്ചാക്കോ ബോബൻ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ വർക്ക് ചെയ്തിരുന്നു. കുറേ റിയൽ എസ്റ്റേറ്റ്, കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ നേരിടുന്ന സമയത്ത് അദ്ദേഹത്തിന് കുറച്ച് 2000 കഴിഞ്ഞാൽ തോന്നുന്നു, അദ്ദേഹത്തിന് സിനിമകളൊന്നുമില്ലാതെ ഒരു ക്രൈസിസ് സമയത്ത് അദ്ദേഹം റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ കുറച്ച് സാമ്പത്തിക ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുകയും പിന്നീട് അതിന് മുന്നോട്ട് പോകാൻ കഴിയാതെ വരികയും പിന്നീട് അദ്ദേഹം തിരിച്ച് സിനിമയിലേക്ക് വരികയും ചെയ്തു. ആർട്ടിസ്റ്റുകൾ ബിസിനസ് മേഖലയിലേക്ക് കടക്കും. ബിസിനസ് മേഖലയിലേക്ക് കടക്കുന്ന ആർട്ടിസ്റ്റുകൾ വളരെ സൂക്ഷിച്ച് വേണം ആ മേഖലയിൽ കടക്കാൻ. സാമ്പത്തിക പ്രതിസന്ധി അല്ലെങ്കിൽ ആർട്ടിസ്റ്റുകൾ നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിക്ക് അവർ തന്നെയാണ് പരിഹാരം, അല്ലാതെ മറ്റാർക്കും പരിഹരിക്കാൻ പറ്റാത്തൊരു സ്ഥിതിയിലാണ് അവരുടെ. കാരണം അവരെ സംബന്ധിച്ച് ആർട്ടിസ്റ്റുകളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുവാൻ സർക്കാരിന് ചെയ്യാൻ പറ്റുന്നതിന് പരിധികളും പരിമിതികളുമുണ്ട്. നൂറുകണക്കിന് ആർട്ടിസ്റ്റുകളുടെ, ആയിരക്കണക്കിന് ആർട്ടിസ്റ്റുകളുടെ ജീവിതത്തിലേക്ക് ഒരു സാമ്പത്തിക ഈട് കൊടുക്കാൻ പറ്റിയ സിറ്റുവേഷൻ ചിലപ്പോൾ സർക്കാരിനുണ്ടാകത്തില്ല. അങ്ങനെ വരുമ്പോൾ അവർ തന്നെ അവരുടെ കലാരൂപത്തെ പരിപോഷിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ അവർ വേറെങ്കിലും ഒരു തൊഴിലൂടെ കണ്ടെത്തണം. അതിൽ ഞാൻ വിട്ടുപോയൊരു ഒരുപാട് മേഖലകളുണ്ട്. നൃത്ത മേഖലകളിൽ ഒരുപാട് പേര് ഒരുപാട് സാമ്പത്തികം മുടക്കി നൃത്തം പഠിച്ചു കഴിഞ്ഞ് അത് അവതരിപ്പിക്കാൻ അല്ലെങ്കിൽ അതിനൊരു സ്റ്റേജ് കിട്ടാതെ പലരും ഇരിക്കുന്നവരുണ്ട്. അതുതന്നെ മിമിക്രി ആർട്ടിസ്റ്റുകളെ, അതുപോലെ തന്നെ പാട്ടുകാർ, അങ്ങനെ ഒത്തിരി മേഖലകളിലാണേലും ഭാഗ്യം എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടെങ്കിൽ ഏത് മേഖലയിലും ശോഭിക്കാൻ വളരെ നിമിഷങ്ങൾ മാത്രം മതി. അതുപോലെ തന്നെ അതിന് താഴെ ഇറങ്ങാനും നിമിഷങ്ങൾ മാത്രം മതി. പക്ഷേ ഏത് തന്നെ ആയാലും ഒരു സാമ്പത്തിക സ്റ്റെബിലിറ്റി ഉണ്ടാകാൻ ഈ കലാകാരന്മാർ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ കലാരൂപങ്ങളുമായി മുന്നോട്ടിറങ്ങുന്ന ആൾക്കാർ ചെയ്യേണ്ടത്, അവർക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഒരു സ്റ്റേബിളായിട്ടുള്ള ഇൻകം തിരഞ്ഞെടുത്തതിന് ശേഷം മാത്രം അതിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ അവരെ സംബന്ധിച്ച് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടിൽ നിന്നും കരകയറാൻ പറ്റും. അല്ലാത്ത പക്ഷം അവർക്ക് കലാരൂപങ്ങളെന്ന് പറഞ്ഞാൽ ഷോർട്ട് ടൈം എമൗണ്ടാണ് കിട്ടുന്നത്. ഷോർട്ട് ടൈം, അതായത് കുറച്ച് നാളത്തേക്കിന് ചിലപ്പം കിട്ടത്തുള്ളൂ. ചിലപ്പം എന്തെങ്കിലും ഒരു ക്രൈസിസ് ഉണ്ടായി കഴിഞ്ഞാൽ സാമ്പത്തികമായിട്ട് നല്ല ബുദ്ധിമുട്ടുണ്ടാകും. സിനിമ കാണുന്ന പോലെ തന്നെ, അതായത് സിനിമയെക്കുറിച്ച് പഠിക്കുന്ന പോലെ തന്നെ സിനിമയിൽ ഇപ്പം ആയിരക്കണക്കിന് സിനിമ ഇറങ്ങുന്നതിൽ 5-6 സിനിമകളാണ് വിജയിക്കുന്നത്. അതുപോലെ തന്നെ ലക്ഷക്കണക്കിന് സിനിമാ നടന്മാരുള്ളപ്പോൾ അതിൽ 1, 2, 4, 5, 6 പേരായിരിക്കും സാമ്പത്തികമായിട്ട് നല്ല
സ്റ്റേബിൾ ആകുന്നത്. ബാക്കിയുള്ളവരെല്ലാം സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടും അനുഭവിക്കുന്നവർ തന്നെയാണ്. അവരെയൊക്കെ സ്റ്റേബിൾ ചെയ്യാൻ അമ്മ സംഘടന ഒരുപാട് സാമ്പത്തികം ഇറക്കുന്നുണ്ടെങ്കിൽ തന്നെ, അവർക്ക് ഒരുപാട് പെൻഷൻ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ തന്നെ അവരെ സംബന്ധിച്ചൊരു നല്ലൊരു സിറ്റുവേഷനിലേക്ക് അവർക്ക് എത്താൻ പലപ്പോഴും ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അവർ ചെയ്യേണ്ടത് ഏറ്റവും വലിയ, ഇനി ആർട്ടിസ്റ്റായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും സിനിമാ നടനോ സിനിമാ നടിയോ അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നവർ അവർ സ്റ്റേബിളായിട്ടൊരു ഇൻകം ആദ്യം കണ്ടെത്തണം. അല്ലെങ്കിൽ ഏതെങ്കിലും മീഡിയയിൽ, അതായത് അവരുടെ മീഡിയ മേഖലകളിലും മറ്റ് മേഖലകളിൽ ഇൻകം കണ്ടെത്തിയതിന് ശേഷം അതിലേക്ക് ഇറങ്ങുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അതുപോലെ തന്നെ വേറൊരു കൂട്ടരുണ്ട്, ഈ ഒരു കലാരൂപങ്ങളെല്ലാം ഉപേക്ഷിച്ച്, ഒരു നല്ല പാട്ടുകാരന് ചിലപ്പം കലയും മറ്റു രൂപങ്ങളെല്ലാം ഉപേക്ഷിച്ച് നല്ലൊരു ജോലിക്കാരനായി മാറിയ പലരും ഉണ്ട്. അപ്പം അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ പോലീസിലൊക്കെ നല്ല പാട്ടുകാരുണ്ട്. നല്ലതെന്ന് പറഞ്ഞാൽ നമ്മുടെ യേശുദാസിനേക്കാൾ നല്ല സുന്ദരമായി പാടുന്ന ആൾക്കാരുണ്ട്, നല്ല അഭിനേതാക്കളുണ്ട്. അവരെല്ലാം ഒരുപക്ഷെ അവർ കലാരംഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ അവരുടെ സാമ്പത്തിക സ്റ്റെബിലിറ്റി മുൻനിർത്തിയാണ് അവരതിലേക്ക് പോകാതിരുന്നത്. കലയെ സ്നേഹിക്കുന്നവർ, കലാരൂപങ്ങളിൽ പ്രവർത്തിക്കുന്നവർ, കലാമേഖലയിൽ പ്രവർത്തിക്കുന്നവർ എല്ലാവരും നല്ല കാര്യം തന്നെയാണ്. അതിൽ പ്രവർത്തിച്ച് നല്ല കഴിവ് നേടുന്നതിനൊപ്പം സാമ്പത്തിക സ്റ്റെബിലിറ്റിയുടെ ഉണ്ടാകുന്ന ഏതെങ്കിലും കാര്യങ്ങൾ അവർ ചെയ്തിരിക്കണം. ചെയ്തില്ലെങ്കിൽ അവരെ സംബന്ധിച്ച് കലാരൂപങ്ങളുടെ ഒരു പരിധി അല്ലെങ്കിൽ ലിമിറ്റ് ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ അവരെ സംബന്ധിച്ച് സാമ്പത്തിക ബുദ്ധിമുട്ട് ഒരുപാടുണ്ടാകും. ഞാൻ 2-3 കാരണങ്ങളുണ്ട്. അതിലൊരു കാരണം, ഞാൻ ഈ കണ്ണൻ സാഗർ എന്ന് പറയുന്ന ആർട്ടിസ്റ്റിൻ്റെ വീഡിയോ ഉണ്ട്. അദ്ദേഹത്തിന് ഒരുപാട് സീരിയലിലും അതുപോലെ തന്നെ സിനിമയിലുമൊക്കെ ഞാൻ കണ്ടിട്ടുള്ള ആർട്ടിസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സാമ്പത്തികമായ അല്ലെങ്കിൽ മറ്റ് പല ക്രൈസിസിനെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ അതിനെക്കുറിച്ചാണ് ഞാൻ ഈ പറയാൻ ഉദ്ദേശിക്കുന്നത്. മലയാളം ഒരു ചാനലിൽ കൊല്ലം സുധി എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റിൻ്റെ പഴയൊരു ഇൻ്റർവ്യൂ കണ്ടു. കൊല്ലം സുധി എനിക്കെന്നെ അറിയാവുന്ന ഒരു ആർട്ടിസ്റ്റാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ പഴയൊരു ഇൻ്റർവ്യൂ, അതായത് വർഷങ്ങൾക്ക് മുമ്പ്, അതായത് 2016 കൊറോണ സമയത്താണെന്ന് തോന്നുന്നു, അദ്ദേഹത്തിൻ്റെ ആ ദയനീയ അവസ്ഥയൊക്കെ ഞാൻ കണ്ടപ്പോൾ എനിക്ക് മാനസികമായിട്ടൊരു ബുദ്ധിമുട്ട് തോന്നി. കാരണം ഇത്രയും വലിയൊരു ആർട്ടിസ്റ്റ് സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. കാരണം നമ്മളൊക്കെ വിചാരിക്കുന്ന ഈ ആർട്ടിസ്റ്റുകളൊക്കെ ഒരുപാട് സാമ്പത്തികവും ഒക്കെയുള്ള ആർട്ടിസ്റ്റുകളാണ്. പിന്നെ ഇവരെന്തുകൊണ്ടാണ് ഇത്രയും സാമ്പത്തിക ക്രൈസിസ് അനുഭവിക്കുന്നത് നമ്മൾ ചിന്തിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി, അവർക്ക് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടാകാൻ ഒരുപാട് സമയമെടുക്കും. അവരുടെ ആർട്ടിസ്റ്റ് മേഖലകളിൽ അവർക്ക് കിട്ടുന്ന ഇൻകം അനുസരിച്ചാണേലും അവരുടെ ജീവിത നിലവാരം അനുസരിച്ചാണേലും ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞൊരു സംഗതി പലർക്കും ഇല്ല എന്നുള്ളതാണ് ആർട്ടിസ്റ്റ് കലാകാരന്മാർക്ക്, അതായത് കലാകാരന്മാരെന്നൊരു രൂപത്തിൽ വരുന്നവർക്ക്. കാരണം അവരുടെ ഫ്ലക്ച്വേറ്റ് ചെയ്യുന്ന ഇൻകമാണ് അവർക്ക്. ഈ വർഷം 1 ലക്ഷം രൂപ കിട്ടിയാലും അല്ലെങ്കിൽ ഈ മാസം 1 ലക്ഷം രൂപ കിട്ടിയാൽ അടുത്ത മാസം ചിലപ്പോൾ ഒന്നും കിട്ടത്തില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവരെ സംബന്ധിച്ച് ഒരു സ്റ്റെബിലിറ്റിയോടെ മുന്നോട്ട് പോകാൻ പറ്റാതെ വരുന്നു. ഈ കൊല്ലം സുധിയുടെയും അതുപോലെ തന്നെ കണ്ണൻ സാഗറിൻ്റെയും ഒക്കെ ഇൻ്റർവ്യൂ ഞാൻ കണ്ടുകൊണ്ടാണ് എനിക്കിത് മനസ്സിലായത്. അതിന് മുമ്പും ഒരുപാട് ഇൻ്റർവ്യൂകൾ കണ്ടിട്ടുണ്ടെങ്കിൽ അവരുടെയൊക്കെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, അതുപോലെ തന്നെ ഈ മണികണ്ഠൻ ആചാരി എന്ന് പറയുന്ന ആർട്ടിസ്റ്റിൻ്റെ, അതായത് കമ്മട്ടിപ്പാടമൊക്കെ സിനിമയിലുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പഴയകാല ഇൻ്റർവ്യൂ കണ്ടപ്പോൾ എനിക്കിപ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് വർക്കുകളൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ അതിന് മുമ്പ് ഒരു ഇൻ്റർവ്യൂ കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫിനാൻഷ്യൽ ക്രൈസിസ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആരും തന്നെ വിളിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വന്നു. അപ്പോൾ തന്നെ കഴിഞ്ഞ ദിവസം വേറൊരു ഇൻ്റർവ്യൂ കണ്ടു, ധർമ്മജൻ ബോൾഗാട്ടിയുടെ. അപ്പം ഇതുപോലുള്ള ഒത്തിരി പേര് ഇൻ്റർവ്യൂകളിൽ ഇപ്പം കൊടുക്കുന്നത്, അവർക്കും ഇൻ്റർവ്യൂവിൽ നിന്ന് കിട്ടുന്ന ഇൻകം എന്ന് പറഞ്ഞാൽ വളരെ തുച്ഛമായി. പക്ഷേ അവരുടെ നല്ല കാലത്ത് നല്ല സമയത്ത് പക്ഷേ അവരെ സംബന്ധിച്ച് ഇൻകം ഉണ്ടാക്കാൻ പറ്റിയിരുന്നു. പക്ഷേ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എന്ത് തന്നെയായാലും ഇങ്ങനെയുള്ള ആർട്ടിസ്റ്റുകൾക്ക് നല്ല നല്ല അവസരങ്ങൾ